അഖിൽമാരാർ പറഞ്ഞതിനകത്ത് ഒരു ചെറിയ കറക്ഷനുണ്ട്. ഇപ്പോൾ പുള്ളി പറയുന്നത് ജീവിതത്തിൽ എന്ത് കഷ്ടപ്പാടും എന്ത് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും എന്ത് ബാഡ് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും നമ്മൾ ഉറച്ചങ്ങ് വിശ്വസിക്കുമെന്ന്, എല്ലാം നല്ലതിനാണെന്ന്. അത് മഹാഭാരതത്തിൽ എന്തോ പറഞ്ഞ ഒരു സംഭവമാണ്. അതൊന്നും അത്ര പ്രാക്ടിക്കൽ അല്ല യഥാർത്ഥത്തിൽ. അതിൻ്റെ ഒരു കറക്റ്റ് കുറച്ചുകൂടെ ഫൈൻ ട്യൂൺ ചെയ്തൊരു ശരിയാ അങ്ങനെ അങ്ങ് ഉറച്ച് വിശ്വസിക്കുക എന്നുള്ള മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോന്നറിയോ, നമ്മൾ ചുമ്മാ കള്ളത്തരമല്ല നമ്മൾ വിശ്വസിച്ചേക്കുന്നതെന്ന് ജെനുവിനായിട്ട് വിശ്വസിക്കണം. അത് ഇച്ചിരി ടഫാണ് യഥാർത്ഥത്തിൽ. അതായത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആ ചോദ്യം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും. അതായത് അല്ല അത് നമുക്കത് മിസ്റ്റേക്ക് പറ്റും, നമ്മളത് പിന്നെ പാളിപ്പോവും, അല്ലെ നമ്മൾ അടപ്പിളകും എന്ന് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് എപ്പോഴും ആ ചോദ്യം വരും. നമുക്ക് ഉറച്ചങ്ങനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഉറച്ചൊരു സംഭവം എങ്ങനെയാണെന്നറിയാം വിശ്വസിക്കുന്നത്. ഉറച്ച് വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ നല്ലോണം തിങ്ക് ചെയ്ത് നമ്മളെ കൺവിൻസ് ചെയ്യണം യഥാർത്ഥത്തിൽ. മനസ്സിലായോ? അപ്പം നല്ലോണം തിങ്ക് ചെയ്ത് ലോജിക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് അതിന് ആൻസർ ചെയ്തിട്ട് നമ്മൾ സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യുന്നൊരു സ്റ്റേജ് ഉണ്ട് യഥാർത്ഥത്തിൽ. അന്നേരം എന്തോ നമ്മളെ വിശ്വസിപ്പിക്കുകയല്ല യഥാർത്ഥത്തിൽ ചെയ്യുന്നത്, എന്തോ നമ്മൾ ആക്ച്വലി അത് വിശ്വസിക്കുകയാണ് യഥാർത്ഥത്തിൽ. അങ്ങനെ ഉള്ളൊരു സ്റ്റേജ് വേണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ തിങ്കിങ് ആണ് വേണ്ടുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ തിങ്ക് ചെയ്യാൻ നമുക്ക് പറ്റണം. അതിന് ലോജിക്ക് ഉപയുള്ള ക്വസ്റ്റ്യൻ നമ്മൾ തന്നെ ചോദിച്ച് അതിനെല്ലാം സൊല്യൂഷൻ കാണണം, ആൻസർ ചെയ്യണം. അപ്പം ഞാൻ പറയുന്നുണ്ട് ഡീറ്റെയിൽ തിങ്കിങ് എന്തുവാന്ന്. ഡീറ്റെയിൽ തിങ്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ തിങ്ക് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഓരോ ആൾക്കാർക്കും തിങ്ക് ചെയ്യാൻ ലിമിറ്റേഷനുണ്ട്. അപ്പം നമ്മൾ ആ ലിമിറ്റേഷനിൽ നിന്നുകൊണ്ട് നമ്മൾ തിങ്ക് ചെയ്യണം. തിങ്ക് ചെയ്ത് നമ്മൾ എക്സസൈസിൻ്റെ കണക്കാണ്. എന്തുവാ നമ്മുടെ തിങ്കിങ് കപ്പാസിറ്റി കൂടും യഥാർത്ഥത്തിൽ. അതാണ് അവിടെ സംഭവിക്കുന്നത്. മനസ്സിലാവുന്നുണ്ട്? ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും തിങ്ക് ചെയ്യാം. പിന്നെ വേറെ ഒരു തിരുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലുണ്ടാവുന്ന എല്ലാ ദുരന്തങ്ങളും അല്ലെങ്കിൽ ആക്സിഡൻറ്റോ അപകടങ്ങളോ നമുക്ക് മാനസിക പ്രയാസമോ എല്ലാം ഉണ്ടാകുന്നത് നമ്മളാണ് അതിൻ്റെ റീസൺ എന്ന് കാണണം ആദ്യമേ. എന്തോ നമ്മുടെ ചില മിസ്റ്റേക്കുകളുണ്ടാണ്. നമ്മുടെ ചിലപ്പോൾ ഒരാളെ നിന്ന് മോശമായിട്ടുള്ളൊരു സംഭവം വരെ നമ്മുടെ ഒരു പെരുമാറ്റ ദൂഷ്യമാണ്. നമ്മൾ പറഞ്ഞത് അയാൾക്ക് ഹേർട്ട് ചെയ്ത് അന്നേരം അയാൾ എന്തെങ്കിലും തിരിച്ച് പറഞ്ഞാൽ അത് കയറി നമുക്ക് ഹേർട്ട് ചെയ്ത്, നമ്മൾ പറഞ്ഞത് അയാൾക്ക് ഹേർട്ട് ചെയ്തത് നമ്മൾ വലുതായിട്ട് ചിന്തിക്കാതെ പറഞ്ഞതാണ്. ഒരു വെടലത്തിലും പറയുമ്പം മറ്റൊരാൾക്ക് കയറി ബാധിക്കും. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട്, ഫ്രണ്ടല്ല എൻ്റെ റിലേറ്റീവ് പറഞ്ഞിട്ടുണ്ട്, അപ്പം ഇന്നാൾ ഇവിടെ നിന്ന് എന്തെങ്കിലും സംസാരിച്ചാൽ വഴി കൂടെ പോകുന്നവർ കയറി അത് ബാധിക്കുമെന്ന് പറയും. എന്തുവെന്നറിയോ, ആക്ച്വലി അവരതറിയുന്നില്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കുറച്ച് ആണുങ്ങളിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെണ്ണ് അതിൽ നടന്നു പോകുന്നെന്ന് വിചാരിക്കുക. നമുക്ക് അന്നേരം എന്തെങ്കിലും ഒരു തമാശ പറഞ്ഞിട്ട് അവിടെ ഒരു ചിരിക്കണമെങ്കിൽ പോലും നമ്മൾ ചിരിക്കാൻ പാടില്ല ആക്ച്വലി. എന്ന് വെച്ചാൽ എന്താണെന്നറിയോ, നമ്മളങ്ങനെ ചിരിച്ചു കഴിഞ്ഞാൽ ആ പെണ്ണതിലെ നടന്നു പോകുമ്പം അവർ വിചാരിക്കും അവരെ പറ്റി എന്തോ പറഞ്ഞ. അപ്പോൾ എന്തോ ചില കാര്യങ്ങൾ നമ്മൾ വളരെ ബുദ്ധിപരമായിട്ട് ചെയ്യേണ്ടുന്ന കേസുണ്ട്. അപ്പം നമുക്കെന്ത് കഷ്ടപ്പാടുകളോ എന്ത് വന്നു കഴിഞ്ഞാലും ഫസ്റ്റിലെ ചിന്തിക്കേണ്ടുന്നത് അത് നമ്മുടെ കുഴപ്പം കൊണ്ട് തന്നെ വന്നതാണെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്നിട്ട് ഡീറ്റെയിൽ തിങ്കിങ്ങിലൂടെ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം. അവിടെയാണ് അതിൻ്റെ ഏറ്റവും പെർഫെക്ഷൻ. മനസ്സിലായോ? നമ്മളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയും ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. ലൈഫിനെ കുറിച്ച് നമ്മൾ പഠിക്കുക, ലൈഫ് എന്തുവാണെന്നുള്ളത്. ഇപ്പം അഖിൽമാരാൻ്റെ കേസിൽ ഒരു കേസ് വരുന്നുണ്ട്, വേറെ പലരുടെയും പുറത്ത് കേസ് വരുന്നുണ്ട്. പക്ഷെ എന്തുവാ, ഇൻ്റർനെറ്റിലുള്ളതും ഈ സൈബർ ബുള്ളിങ്ങും ഇതിനൊക്കെ ഒരുപാട് ക്രൈറ്റീരിയ ഉണ്ട്. അതൊന്നും നമ്മുടെ ഇപ്പം ഒരുപാട് വർഷം മുമ്പേ ഇതെല്ലാം ഞാൻ നോക്കുമ്പം മറ്റു രാജ്യങ്ങളിലെല്ലാം ഇതെല്ലാം കടന്നു പോയതാണ്. അപ്പോൾ അവരാരെങ്കിലും നമ്മളിവിടെ കേസെടുത്ത ഒരു സംഭവം കേട്ട് കഴിഞ്ഞാൽ അവരെല്ലാം ചിരിക്കും യഥാർത്ഥത്തിൽ. ഇപ്പം നമ്മളിവിടെ ബ്രിട്ടീഷുകാർ ഭരിച്ചതാണ്, നമ്മുടെ നിയമങ്ങളും അവിടുത്തെ നിയമങ്ങളും എല്ലാം ഓൾമോസ്റ്റ് സിമിലറാണ്. മനസ്സിലായി? ഇപ്പം ഒരു വ്യക്തി അധിക്ഷേപം അല്ലെ വ്യക്തിയെ ഇങ്ങനെ ചെയ്തു മറ്റേത് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ കേസെടുക്കാൻ പറ്റുന്നത് സൈബർ ലെവലിൽ ഒരു കേസെടുക്കാനുള്ള റൈറ്റ് ഇല്ല യഥാർത്ഥത്തിൽ. അങ്ങനെയുള്ളൊരു കേസിൻ്റെ ഒരു വകുപ്പോ ഒന്നും ലോകത്തില്ല. എവിടെയെങ്കിലും ഒരു കേസ് എടുക്കുന്നതിൻ്റെ റെഫറൻസ് വെച്ചുകൊണ്ടാണ് എപ്പോഴും കേസ് മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരുപാട് ആൾക്കാരുടെ പേരിൽ കേസ് എടുത്തേക്കുന്നതെല്ലാം അതെല്ലാം വേസ്റ്റായി പോകത്തതേ ഉള്ളൂ. പക്ഷേ എന്തോ അവർ ഭയന്ന് കഴിഞ്ഞാൽ അവർ ഡൗൺ ആയി പോകും യഥാർത്ഥത്തിൽ. അവർ ഭയക്കാതെ അത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് മുമ്പോട്ട് തന്നെ പോകാൻ പറ്റും. എന്ന് വെച്ചാൽ വീണ്ടും കൂടുതൽ ആൾക്കാർ വരും. അപ്പോൾ അവിടെ ഒരു ഭയങ്കരമായ ഒരു മാസ് വരുമ്പോഴത്തേക്ക് എന്തുവാ, കേസ് എടുക്കാൻ പറ്റാതായി പോകും. മനസ്സിലായി? നമ്മുടെ സിസ്റ്റങ്ങൾക്ക് ഒരു ലിമിറ്റേഷൻ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ സൈബർ ഇൻ്റർനെറ്റിനകത്തുള്ള സോഷ്യൽ മീഡിയയിൽ അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് ഒരു പ്രത്യേക ലായുണ്ട്. അതിനകത്ത് വലിയ വലിയൊരു സംഭവം അതിനെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യാനോ സപ്രസ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. ഇപ്പം ഫ്രീഡം ഓഫ് സ്പീച്ച് എന്നുണ്ട്. എല്ലാവർക്കും അവരുടെ അഭിപ്രായം പറയാം, അതിനകത്ത് ഒരു കുഴപ്പമില്ല. പക്ഷേ ഇത് വേറെ രീതിയിലാണ് അതിനെ വളച്ചൊടിച്ചുകൊണ്ടാണ് കേസ് നോർമലി എടുക്കുന്നത്. അല്ലാതെ അഭിപ്രായം പറയുന്നതിന് എങ്ങും വരും. പക്ഷേ നമ്മളെപ്പോഴും പറയുമ്പോൾ ഒരു ശ്രദ്ധിച്ചോണം. എന്താണെന്നറിയാം,
അബദ്ധം നമ്മുടെ വായിൽ നിന്ന് പോവരുത്. എന്തുവാ, ലീഗൽ റൂളിൽ നിന്നുകൊണ്ടുള്ള ഡയലോഗുകൾ ആയിട്ടായിരിക്കണം നമ്മൾ അടിക്കണം. അതെപ്പോഴും അതിനെ നമ്മളെപ്പോഴും പ്രാക്ടീസ് ചെയ്യണം. നമ്മളൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാലും റെക്കോർഡ് ചെയ്തിട്ടിട്ട് പലതവണ കേട്ടിട്ട് അതിനകത്ത് എന്തെങ്കിലും ഒരു ലീഗൽ പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കി. അതെല്ലാം ഞാൻ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ലീഗാലിറ്റി എല്ലാം കോമൺ സെൻസ് തന്നെയാണ്. അപ്പോൾ കോമൺ സെൻസിന് നിരക്കാത്തതായിട്ടൊന്നും ഇല്ല യഥാർത്ഥത്തിൽ. മനസ്സിലായി? നമുക്ക് കേൾക്കുമ്പോൾ അങ്ങൊരു നിയമമുണ്ടോ എന്ന് പറയുന്ന അതിശയം തോന്നിക്കുന്ന ഒരു നിയമവും ലോകത്തുണ്ടാവത്തില്ല. മനസ്സിലായി? എന്തുവാ, കുറച്ച് കോമൺ സെൻസ് ചെയ്യാൻ പറ്റില്ല. കോമൺ സെൻസ് അത്ര കോമൺ അല്ല, അതെല്ലാവരിലും ഇല്ല. അത് ഞാൻ നോക്കുമ്പം അതിന് കോമൺ സെൻസ് എന്നുള്ള വേർഡ് വന്ന് എന്താണെന്ന് അറിയാൻ പോയി. ആക്ച്വലി കോമൺ സെൻസ് കോമൺ അല്ലാത്തടത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോമൺ സെൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു തരം ഇൻ്റലിജൻസ് ആണ് യഥാർത്ഥത്തിൽ. അപ്പം ഞാൻ ഇപ്പോൾ പറഞ്ഞു വന്നത് അഖിൽമാരാ പറഞ്ഞതിനകത്ത് ഉള്ള ഒരു കറക്ഷനാണ്. പുള്ളി പറയുന്ന ഒരു പോയിന്റിൽ ശരിയാണ്, അതത്ര സിമ്പിളല്ല. എല്ലാം നല്ലതിനാണ്, അത് മഹാഭാരതത്തിൽ പറഞ്ഞു വച്ചിരിക്കുക, എല്ലാ നല്ലതിനാണെന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ആ രീതിയിലെന്ന് വെച്ചാൽ അവലംബിക്കാൻ പാടാത്. നമ്മളെ ഇങ്ങനെ അടിച്ചേൽപ്പിക്കാന്നേ ഉള്ളൂ. പക്ഷെ നടക്കത്തില്ല. നമ്മുടെ ഉള്ളിൽ നിന്ന് മിസ്റ്റേക്ക് പറ്റുമോ എന്നുള്ളൊരു വറി എപ്പോഴും നമുക്ക് വരും. അപ്പോൾ നമുക്ക് ഹാപ്പി ആയിട്ട് പോകാൻ ഒക്കത്തില്ല, നമുക്ക് വറിയായിരിക്കും കൂടുതലും. അല്ലെങ്കിൽ നമ്മൾ മന്ദബുദ്ധിയായിരിക്കണം. അങ്ങനെ എല്ലാം നല്ലത് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറഞ്ഞാൽ എല്ലാവർക്കും പറ്റത്തില്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ. പക്ഷേ അവിടെ ഡീറ്റെയിൽ തിങ്കിങ് കൊണ്ടാണ് നമുക്ക് പ്രശ്നം സോൾവ് ചെയ്യാം. അപ്പോൾ എന്തുവാ, നമ്മളെ തന്നെ കൺവിൻസ് ചെയ്യുന്നൊരു സ്റ്റേജ് ഉണ്ട് യഥാർത്ഥത്തിൽ. എന്ന് വെച്ചാൽ ഡീറ്റെയിൽ തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ലോജിക്ക് ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. നമ്മളെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്തും അതിന് ആൻസറും നമ്മൾ തന്നെ കണ്ടെത്തും. നമ്മൾ തന്നെ കണ്ടെത്തുന്ന ഒരു ടൈമും നമ്മൾ റിലാക്സ്ഡ് ആവും. നമ്മുടെ വറി അവിടെ നിന്ന് പോകും. മനസ്സിലെന്തോ അവിടെ സൊല്യൂഷൻ വരികയാണ് യഥാർത്ഥത്തിൽ. ഇതിലൂടെയാണ് നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും. ലൈഫ് വളരെ ഹാപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞാൽ ലൈഫ് ഒന്നുമല്ല യഥാർത്ഥത്തിൽ. ആൾക്കാർ അതിനെക്കുറിച്ച് നല്ലോണം അറിയാതെ കിടന്ന് സ്ട്രഗിൾ ചെയ്ത് പോകുന്നതാണ് ലൈഫിൻ്റെ വേറൊരു കുഴപ്പം. അത് പറയുന്ന കണക്ക് ഇഗ്നറൻസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അത്രയേ ഉള്ളൂ. നമ്മൾ ഒരുപാട് അറിവുകൾ ഉണ്ടാക്കിയാൽ മതി. വായിച്ച് വളരുക എന്ന് പറയും. ഞാൻ നിങ്ങളോട് പറയും, വായിച്ചല്ല വളരേണ്ടുന്നത്, ഇപ്പം ലിസൺ ചെയ്താൽ മതി. ലിസൺ ചെയ്യുമ്പോൾ ഒരുപാട് നമുക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് സോഷ്യൽ മീഡിയയും ഇപ്പോൾ യൂട്യൂബ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ നല്ല ടോക്കുകൾ കേൾക്കണം. നല്ല ടോക്ക് ഷോകളുണ്ട്. അത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇൻഫർമേഷൻ, അതും വാലിഡ് സ്ഥലത്തു നിന്ന് കേൾക്കണം. മനസ്സിലായി? സക്സസ് ആയിട്ടുള്ള ആൾക്കാർ പറയുന്നതും ക്വാളിഫൈഡ് ആൾക്കാർ പറയുന്നതും അല്ലാതെ എല്ലാം ലിസൺ ചെയ്യരുത്. അതിപ്പോൾ സോഷ്യൽ മീഡിയ ഒരു വലിയൊരു കുഴപ്പമുണ്ടെന്ന് വെച്ചാൽ എന്തോ അവിടെ ഒരുപാട് ആർക്കും എന്തോ അങ്ങ് പറയാം എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ എന്തോ നമ്മൾ അറിയാതെ പോലും അത് കേൾക്കരുത്. നമ്മൾ സെലക്റ്റീവായിരിക്കണം. അപ്പോൾ യൂട്യൂബ് ആകുമ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അങ്ങനെ സെലക്റ്റീവായിട്ട് ക്വാളിഫൈഡ് ആൾക്കാരിൽ നിന്നും, അല്ലെങ്കിൽ വളരെ ഇപ്പോൾ ക്വാളിഫിക്കേഷൻ ഇല്ലാത്തയും വളരെ വാല്യുബിൾ ആൾക്കാരുണ്ട്, ആ ആൾക്കാരുടെ അഭിപ്രായം മാത്രം നമ്മൾ ലിസൺ ചെയ്യണം. അപ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ തിങ്ക് ചെയ്യാനും ഡീറ്റെയിൽ തിങ്കിങ്ങിലോട്ട് നമുക്ക് പോകാൻ പറ്റും.